അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ വിവിധ ക്ഷേത്രങ്ങൾ എല്ലാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വനവാസി കല്യാണാശ്രമം ഇതെല്ലാം അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെയുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മൾ വിദ്യാനികേതൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പാലക്കാട്. ഇപ്പോൾ ബാക്കി സ്ഥലത്തൊക്കെ വിദ്യാനികേതൻ്റെ പ്രവർത്തനമുണ്ട്. പക്ഷേ പാലക്കാട് ആ സ്ഥലം വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെയുള്ള പരിശ്രമം, അത് നമ്മുടെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് നമ്മുടെ സംഘാനുഭാവികളിൽ നിന്ന് 1000 റുപ്യ വെച്ച് വാങ്ങിച്ചിട്ട് ഒരു 20-30 ഏക്കർ സ്ഥലമാണത്. അത് വാങ്ങിച്ച് ക്രമേണ തിരിച്ചു കൊടുക്കാമെന്നായിരുന്നു. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ആരംഭിച്ചപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതിൻ്റെയും വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ ചുമതല ഹരിയേട്ടനായിരുന്നു. ഈ ഓരോരുത്തരും കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇനി 1000 റുപ്യ തിരിച്ച് തരണമെന്നില്ല, അത് പിന്നെ സംഘത്തിന് അങ്ങനെ നമുക്ക് വിദ്യാരം ആരംഭിക്കും. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ പല സ്ഥലത്ത് തുടങ്ങി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ വർഷമാണ് ആദ്യത്തെ ശോഭായാത്ര കോഴിക്കോട് നടക്കുന്നത്. അതിൽ മാന്യ യാത്രാജി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് എല്ലാ വർഷവും നടക്കണം. അതുകൊണ്ട് കേരളത്തിൽ ഇന്നത്തെ ശോഭായാത്രയും അതിനുശേഷമായിരുന്നു. MA സാറ് പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്തത്. അതുകൊണ്ട് സാഹിത്യകാരന്മാർ അക്കിത്തം, BVM കൊറാത്ത് ഇവർക്കായിട്ടൊരു ബന്ധം വെച്ചിട്ട് അവർ വന്നിരുന്നു. പിന്നെ തപസ്യ ആ രീതിയിൽ ആരംഭിച്ചതാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷമുള്ള ഒരു കാര്യത്തിൽ ഐഡിയോളജിക്കലി നമ്മുടെ കാര്യം പോകാനായിട്ട് ഒരു വിചാര കേന്ദ്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പരമേശ്വർജി അതിനുള്ളിൽ നടന്നു. അതിനു മുമ്പ് തന്നെ ക്ഷേത്ര സംസ്ഥയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഈ വിവിധ മേഖലകളുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ആരംഭവും അതിൻ്റെ വികാസവും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്.